കുറുമ ഇടുവാണ്, റോസ്റ്റ് ഇടുവാണ്. ഇന്നും വെച്ചോണ്ട് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൂടെ ആദ്യം തന്നെ പിടിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഗംഭീര ഫുഡ്, അതിഗംഭീര ഫുഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് കഴിക്കാൻ സാധിക്കുന്നവർക്ക് ഭയങ്കര വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. ഈ ഇവിടെ വന്ന് കഴിച്ചിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് തെറി പറയാം, നോ പ്രോബ്ലം. ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ല ഫുഡായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, എന്നെ ഡയറക്റ്റ് തെറി വിളിച്ചു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടിട്ട് കഴിക്കാൻ വരുന്നവരൊക്കെ കഴിക്കാൻ പറ്റും. വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കഴിക്കാൻ വരാം. ഇതിനായിട്ട് ഇവിടം വരെ കായംകുളം വരെ വന്നാലും യാതൊരു പ്രശ്നവുമില്ല. ഈ കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, ചക്കര കിച്ചണിൽ കയറി വന്നപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യ കാഴ്ച. ചേട്ടനാണ് ഉണ്ടാക്കുന്നത്. ചേട്ടോ പേരൊന്ന് പറയാമോ? പവിത്രൻ. താഴെയും മേളിലും എല്ലാം സ്റ്റൗ ആണ്. ബീഫ് കുറുമയാണ് ഈ ഉണ്ടാക്കുന്നത്. കുഞ്ഞ് കിച്ചണാണ്. മുട്ടക്കറി പാത്രം എടുക്കുക. ഇതിലാണ് രാവിലെ 7 മണി തൊട്ട് രാത്രി 9:30 വരെയുള്ള ഭക്ഷണം ഉണ്ടാകുന്നത്. അതിന് ചെറിയൊരു കിച്ചണാണ്. പവിത്രൻ ചേട്ടനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഈ കിച്ചണിൻ്റെ സർവാധികാരി. റോസ്റ്റൊക്കെ റെഡിയാകേണ്ട സമയം കഴിഞ്ഞെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇന്ന് ബീഫ് വന്നത് താമസിച്ചാണ്. മുളക് പൊടി ഇടുവാണ്. കുരുമുളക് പൊടി ഇട്ട്, ഗരം മസാലപ്പൊടിയല്ലേ, വീണ്ടും തോറന്നേ, കറിവേപ്പില ഇടുന്നേ, ചേട്ടൻ എൻ്റെ ആളാണ്. ഞാനിതേപോലെ കറിവേപ്പില എനിക്ക് ഒത്തിരി വേണം. എണ്ണ ഒഴിച്ചു. ബീഫ് റോസ്റ്റ് എടുത്ത് മാറ്റി വെച്ച് സ്ലോ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. തീരുന്നതും വരെ ഈ ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുവേ. കറി റെഡിയായി. ചേട്ടൻ അടച്ചു വെച്ചു. ബീഫ് കുറുമ ഉണ്ടാക്കാൻ ചേട്ടൻ നേരത്തെ താഴത്തെ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മേളിൽ വെച്ചു. അതും അടച്ചു വെച്ച് വീണ്ടും ഇളക്കുവാണ്. തേങ്ങായും ഉള്ളിയാണ് അരപ്പിച്ചേർന്നിരിക്കുന്നത്. മിക്സ് ചെയ്യുവാണ്. കുരുമുളക് പൊടി ഇടുന്നത്, മസാലപ്പൊടി മിക്സ് ചെയ്യുന്നു. ആലൊഴിക്കുന്നത്. അടച്ചു വെച്ചു. അടച്ചു വെച്ച് തുറന്ന് ഇളക്കുന്നത്. ബീഫ് കുറുമയ്ക്കകത്ത് ചേട്ടൻ താളിപ്പ് ചേർക്കുവാണ്. ഞാൻ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി. നിങ്ങളെ സ്ഥലം പരിചയപ്പെടുത്തേണ്ടത്. ഷാദിൽ, ഏകദേശം 60 വർഷത്തെ സേവന പാരമ്പര്യം. കായംകുളം മാർക്കറ്റിന്റെ അകത്താണ്. ഈ പാലം കയറി ഇറങ്ങി ചെല്ലുമ്പോഴേ കായംകുളം ടൗൺ ആണ്. ബോർഡ് നമ്പർ ഉണ്ട്, വിളിക്കുക, കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കുക, വരിക. ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് ലൊക്കേഷൻ. രാവിലെ ചൂട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ച് കൂട്ടി വെക്കുവാണ്. നല്ല ചൂട് പൊറോട്ട ഇങ്ങോട്ട് വെക്കുന്നു. ഇവരത് പാഴ്സലാക്കി കൊടുക്കുന്നു അല്ലേ. കറിയപ്പോൾ എടുക്കും. കുഞ്ഞു കടയാണ്. അവിടെ തന്നെ ആ ചെറിയ കിച്ചണും ഒരു ചെറിയ സ്പേസിൽ ചായയും. ഭയങ്കര നീറ്റായിട്ടാണ് ചായത്തട്ട് വെച്ചേക്കുന്നത് കേട്ടോ. കേസരി ഇട്ട് വെച്ചേക്കുന്ന ഭരണി ഉണ്ടോ. ബീഫ് കുറുമ, ബീഫ് റോസ്റ്റ് എടുക്കുന്നത്, വെജിറ്റബിൾ കറി എടുത്ത്, ചിക്കൻ കറിയെ നമസ്കാരം. നാടൻ രുചിയിലേക്ക് സ്വാഗതം. കായംകുളത്താന്ന് പറഞ്ഞു. കായംകുളത്ത് 60 വർഷമായിട്ട്, അതായത് എത്ര തലമുറ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണെന്നറിയാമോ നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇത് കൂടാതെ കായംകുളത്തുകാരുടെ എത്ര തലമുറ കഴിച്ച സ്ഥലമാണെന്നറിയാമോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ
അതിഗംഭീര ഫുഡാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കൂടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല. ഈ ഫുഡിന് നേരെ കഴിക്കുന്നത് കാണിക്കാം. വീണ്ടും ഞാൻ പറയാണ്, മാക്സിമം ഷെയർ ചെയ്യും വന്ന് കഴിക്കട്ടത്. ടേബിളിൽ എത്തിയപ്പോൾ തന്നെ ബീഫ് കുറുമ തന്നിട്ടുണ്ട്, ഇടിയപ്പം തന്നിട്ടുണ്ട്, അപ്പം തന്നിട്ടുണ്ട്, റോട്ട തന്നിട്ടുണ്ട്, ബീഫ് റോസ്റ്റ് തന്നിട്ടുണ്ട്, വെജിറ്റബിൾ കുറുമ തന്നിട്ടുണ്ട്, ചിക്കൻ കറി തന്നിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് തന്നിട്ടുണ്ട്. ഇതുണ്ട്, ചുറ്റിനും കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങാം. പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൂടെ ആദ്യം തന്നെ പിടിക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. എന്തോ ടേസ്റ്റ് എന്നറിയാം. ചിക്കൻ റോസ്റ്റ് കുതിരക പൊറോട്ട നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് മോനെ രക്ഷയില്ലാത്ത ചിക്കൻ റോസ്റ്റ്. ഇതൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഗംഭീര ഫുഡ്. കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. പവിഴമാണ്. രുചി കാരണമേ ഞങ്ങളുടെ പൊസിഷനൊക്കെ മാറിപ്പോയി. അതിഭീകര ഫുഡ്, ഗംഭീരം. വാക്കുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കും. ഇന്നും വെച്ചോണ്ടിരിക്കത്തില്ല. എനിക്ക് മൊത്തം കഴിച്ച് തീർക്കാതെ സമാധാനമില്ല. കാരണം ഇതാണ് ബീഫ് റോസ്റ്റ്. അതൊക്കെ ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒക്കെ ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞൂടെ, കഴിച്ചു കഴിയുമ്പോഴില്ലേ സാറേ എന്നാ ഫുഡാണ് ചേട്ടാ. ഇത് എന്തോ ടേസ്റ്റാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ സ്നേഹമാണ് ഇതിനകത്ത് ഇടുന്നത്, അത് മസാലയാണോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഞാൻ കഴിച്ച 2 ഐറ്റങ്ങളും എന്തോ രുചിയാണ്. ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ നാട് നീളെ നടന്ന് തിന്നുന്ന ആളാണ്. പക്ഷെ ഇത്രയും അടിപൊളി ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റ് ഞാൻ കഴിച്ചിട്ട് ഇനിയും ബാക്കി കഴിക്കാതിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മുത്താണ് കേട്ടോ. നിങ്ങൾ ചക്കരയാണ് കേട്ടോ. എന്തെങ്കിലും പറയേ. ചേട്ടനോട് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഗംഭീര ഫുഡ് ഉണ്ടാക്കി തരുന്ന മനുഷ്യനോട് നമ്മൾ അതെങ്കിലും പറയണ്ടായോ. ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കൻ കറി കഴിച്ചു. വലിയ കഴിക്കുന്ന എല്ലാം നല്ലത്. ഏറ്റവും കൂടുതൽ പൊറോട്ട ഗ്രേവി, അപ്പം ഗ്രേവിയാണ് പോകുന്നത് കാണുന്നത്. മതി ഏണ്ട. ഇതിപ്പോൾ ഞാൻ ഒരു സാധനം ഇതിനകത്ത് ഇട്ടില്ല. ഈ ഗ്രേവി കൂട്ടിയാണ് ഈ ഇടിയപ്പം കഴിക്കുക. ഗ്രേവി കൂട്ടി ഞാനൊരു 40 ഇടിയപ്പം കഴിക്കും. അപ്പം വെജിറ്റബിൾ കുറുമ ഇടാം. ഈ വെജിറ്റബിൾ കുറുമ എന്ന് പറഞ്ഞാൽ തന്ന സാധനമില്ലേ, കുറുമയല്ല, സ്റ്റൂവിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. വെജ് സ്റ്റൂ എന്ന് ഞാനിതിന് പറയും. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളും പറഞ്ഞു. സത്യസന്ധമായി ഞാൻ പറയുന്നു, രക്ഷയില്ലാത്ത ഫുഡ്. പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെക്കേണ്ട വരും. പൊറോട്ടയും അപ്പമൊക്കെ തീർന്നു പോയി. ചിക്കൻ കാല് ഇരിപ്പുണ്ട്. ഇവിടെ ഇന്നത്തെ താരം ബീഫ് കുറുമ. ചായ അടിക്കുന്നുണ്ടോ? ചായ മാസ്റ്റർ നൗഫലെ പൊറോട്ട തരുമോ? ഇത്രയും നല്ല കറി ഉണ്ടാക്കി വെച്ചാൽ ഓരോ പൊറോട്ട വെച്ച് താ. ചിക്കൻ ഞാനിപ്പോഴാണ് എടുക്കുന്നത്. വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ കറിയും കൂട്ടി പൊറോട്ട കഴിക്കുക. ഞാൻ പറയാൻ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് ചിക്കൻ പറിക്കുക, ഗ്രേവിക്കകത്ത് വെക്കുക, ഇവിടെ പൊറോട്ടയ്ക്കകത്ത് വെക്കുക. എന്നിട്ട് പൊറോട്ടയാണ് ഇവിടുന്ന് സൈഡിൽ കീറി എടുക്കണേ. ചൂട് പൊറോട്ടയാണ്. ചിക്കൻ എടുത്ത് ഓക്കെ അന്തസ്. മഴ പൊറോട്ട ചിക്കൻ കറി. എല്ലിൻ്റെ അവസ്ഥ ഉണ്ടോ? ബീഫ് കുറുമ ഇടുവാണ്. പാകത്തിന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ചിക്കൻ ആയാലും ബീഫായാലും ബീഫ് കുറുമ. കഴിക്കുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് നമുക്കില്ലേ
ഓരോരോ കറിയും ഒന്നിനൊന്ന് മെച്ചം. പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, പാകത്തിന് മസാല. ഒരു സ്ട്രോങ് ചായ കൂടെ എടുത്തോ. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ. നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് വരട്ട് വിടാൻ. കായംകുളം വരെ വന്ന് കഴിച്ചിട്ട് പോയാലും യാതൊരു നഷ്ടവും ഉണ്ടാകുന്ന ആൾക്കാരെ എത്തിക്കുക. ഇവിടെ തിരക്കുറവൊന്നുമില്ല, ഇവിടെ നല്ല തിരക്കുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇത് കഴിക്കട്ടെ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എനിക്കതേ ഉള്ളൂ പറയാൻ. സ്ട്രോങ് ചായ തീർന്നപ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഇനിയിപ്പം എന്ന് കഴിക്കാൻ പറ്റില്ല ഇത്രയും നല്ലൊരു ഫുഡ്. ഭാഗ്യം. സ്ട്രോങ് ചായ, ഏലക്കാര ഫ്ലേവറൊക്കെ ഉണ്ട് ചായക്കകത്ത്. ഞാനത് ഭാഗ്യം ചെന്നവരാണ്. എനിക്ക് ഭയങ്കര പ്രൗഡ്. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചതിൽ ഒന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഫുഡായിരുന്നു. ഏതെങ്കിലും ഒരു കറിക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ സാധിക്കണ്ടായോ? ഒന്നും സാധിക്കത്തില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാം ഓളാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സൈഡിലുള്ള ബെൽബൺ അടിച്ച് പൊട്ടിക്കാൻ ബൈ ബൈ. ഇവിടുത്തെ വിലവീര് പട്ടിക്കാൻ ഞാൻ കഴിച്ചതൊക്കെ ഓഫായിരുന്നു കേട്ടോ. ചേട്ടൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. ചേട്ടാ ഞാൻ പോവാ കേട്ടോ. ചേട്ടൻ ഇനി ഒരു 10 കോടി ആൾക്കാർക്ക് വെച്ചു കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ കേട്ടോ. ഓക്കെ, ടാറ്റാ. നൗഫലെ, ഞാൻ പോവാണേ. ജീവൻ കൊടുത്തിട്ട് ഈ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തോണം കേട്ടോ. ഇനി എത്ര വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ഈ ടേസ്റ്റ് ഉണ്ടാവണം നമുക്ക്. നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവാം.